ഇന്ന് ഞാനൊരു ചിക്കൻ സൂപ്പായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കേണ്ട ഒരു ടൈമല്ലേ, അപ്പോൾ നമുക്കൊരു ഹെൽത്തി സൂപ്പ് തന്നെ നോക്കാം അല്ലേ. ഫസ്റ്റ് നമുക്ക് സൂപ്പിലേക്കുള്ള ചിക്കൻ വേവിച്ചെടുക്കാം. അതിന് ഞാനിവിടെ 3 വലിയ പീസ് എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള ഭാഗം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൂടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 2-3 വിസിൽ അടിച്ചെടുക്കാം കേട്ടോ. 3 വിസിലെങ്കിലും അടിക്കണം, ചിക്കൻ നന്നായി വെന്ത് കിട്ടണം. സൂപ്പിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ വേവിച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും അധികം മൂക്കണ്ട, ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് സ്പ്രിംഗ് ഓണിയനും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ക്യാരറ്റ് സവാളയാണ് ചേർത്തേക്കണേ. വെജിറ്റബിളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തതാണ്, അത് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക കേട്ടോ. വെജിറ്റബിൾസ് ചെറുതായി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചിക്കൻ വേവിച്ചതിന് ശേഷം ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കാം കേട്ടോ. സൂപ്പൊന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ വാട്ടറിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സൂപ്പിനൊരു കൊഴുപ്പ് കിട്ടാൻ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ വിനാഗിരി ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ ചേർക്കുന്നത്. ലാസ്റ്റായിട്ട് നമുക്ക് 1 ടീസ്പൂണ് സോയ സോസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സൂപ്പിന് കണ്ടോ ചെറുതായി ഇങ്ങനെ കട്ടി വന്നിട്ടുണ്ട്. അതിനാണ് കേട്ടോ നമ്മൾ എഗ്ഗൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി ഇഷ്ടമായിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.